നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നേരം വി ഒരു പാകമില്ല, കൂടെ ഉള്ളവരൊക്കെ പോയി. അപ്പൊ ഇനി ഇതാണ് നമുക്ക് ആകെയുള്ളൊരു ശരണം, ലോറി. ഇതെന്താ നമ്മൾ ഈ ചുറ്റോറും കാണുന്നത്? ഇതൊക്കെ എന്താ ഈ വേലിന്റെ അപ്പുറം? സത്യം പറഞ്ഞ ഒരു മരുഭൂമി ഏരിയയാണ് നമ്മളെ ഈ ഏരിയ. 110 സ്പീഡിലാണ് വണ്ടി പോയിട്ടിരിക്കുന്നത്. 120 സ്പീഡ് മാക്സിമം പോവാ. നമ്മളിവിടെ കിലോമീറ്റർ ശ്രദ്ധിക്കാറില്ല. നമ്മളെ കുടിവെള്ളത്തിനേക്കാളും റേറ്റ് കുറവാണ് ഡീസലിനും. നമ്മള് പോയ നമുക്ക് എത്ര കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാലും നമുക്ക് ദൂരം അറിയൂല. തണുപ്പ് കാലത്ത് ഹീറ്റർ ഇടണം, ചൂടുകാലത്ത് AC ഇടണം. അല്ലാതെ പോകാൻ പറ്റൂല. നമ്മള് ഇപ്പൊ പോണ വഴിക്ക് കൂടി ആവില്ല നമ്മൾ റിട്ടേൺ വരിക. അപ്പൊ ചിലപ്പോ കിലോമീറ്റർ കൂടും, ചിലപ്പോ കിലോമീറ്റർ കുറയും, അങ്ങനല്ലേ? കാക്കാക്ക് അറിയാത്ത വഴികളില്ല. കാക്ക് ഇവിടെ എത്ര കൊല്ലായി ഖത്തറില്? 19 വർഷം. സൗദിയില് ഒരു 10 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടല് 10-30 വർഷമായി പ്രവാസം തുടങ്ങിയിട്ട്. ഫുള്ള് വണ്ടി തന്നെ. ഇവിടെ ഈ ഈന്തപ്പനന്റെ ഒക്കെ അടുത്ത് കാണാൻ പറ്റുണ്ടാവും. ഇവിടെയാണ് പള്ളി, കണ്ടോ? അവിടെയാണ് പള്ളി വരുന്നത്. കണ്ടോ, ട്രക്കിലൊക്കെയാണ് ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നത്. ഏതാ മൂട് തുടങ്ങുന്നുള്ളൂ, കുഴപ്പമില്ല. പോയാ അപ്പൊ ഗൈസ്, ആദ്യത്തെ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നേരം വി പാങ്കൊടുക്ക് ഒരു പാകമില്ല, കൂടെ ഉള്ളവരൊക്കെ പോയി. അപ്പൊ ഇനി ഇതാണ് നമുക്ക് ആകെയുള്ളൊരു ശരണം, നമ്മളെ ലോറി. പോയേക്കാം അല്ലേ? എത്തുവാണോ ടൈമിന്? അല്ലേ കാക്ക? ടൈം 11:30 എത്തുന്ന് വിചാരിക്കാം. എത്തണല്ലോ, എത്തിക്കണല്ലോ അല്ലേ? പള്ളി കിട്ടും. പുറത്തൊക്കെ കണ്ടിരും എന്തായാലും മിക്കവാറും അല്ലേ? പോയേക്കാം. അപ്പോ ഗൈസ് പോയി നോക്കട്ടെ. ഓഫീസ് കണ്ടോ? ഇത്ര മനോഹരമായ ഓഫീസ് ആൻഡ് സ്റ്റോർ. എല്ലാരും പോയി വെള്ളിക്കേക്ക്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ വെള്ളിയാഴ്ച, അതും നോമ്പത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച. എന്താ ചെയ്യാ, നോമ്പായതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചേരം കൂടി കിടന്ന് രാവിലെ നീച്ചിട്ടേ കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങിയതാ. പിന്നെ കയ്യിൽ നിന്ന് പോയി. വണ്ടിയിൽ ലോറി പോണത് വേറൊരു ഗുമ്മന്നെയാണ് അല്ലേ? കണ്ടോ? ഒട്ടനവധി അവിടെ മറ്റേ പള്ളിക്കല നിരവധി ആളുകളാണ് റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാരും പള്ളി ലക്ഷ്യമാക്കിട്ട് തന്നെ പോകുന്നുണ്ടാവുക. ഇന്നിപ്പോ കാല് കുത്തേണ്ടി വരില്ല, നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കാവും, പ്രത്യേകിച്ച് നോമ്പിന് ആദ്യത്തെ വെള്ളിയാഴ്ചയും കൂടിയല്ല. നല്ല തിരക്കുണ്ടാവും. കഴിയുന്നത് നേരത്തെ പോവാൻ നോക്കുക വെള്ളിയാഴ്ച. ഇതെന്താ നമ്മൾ ഈ ചുറ്റോറും കാണുന്നത്? ഇതൊക്കെ എന്താ ഈ വേലിന്റെ അപ്പുറം? ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു, അതായത് അവരത് വളച്ചു കെട്ടിക്കുകയാണ് ഇവിടെ. എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങള് സത്യം പറഞ്ഞ ഒരു മരുഭൂമി ഏരിയയാണ് നമ്മളെ ഈ ഏരിയ. ബിർക്കത്ത് എന്ന് പറഞ്ഞാല് ഫുൾ സിറ്റി ആയി വരുന്നുണ്ട്. പതുക്കെ സിറ്റി ആയി വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇതേപോലെ കണ്ണെത്താ ദൂരത്ത് മണലാരണ്യങ്ങളാവൂലേ? കണ്ടോ? കണ്ണെത്താ ദൂരത്ത് മണലാരണ്യങ്ങൾ. നല്ല ചൂടാണ്. കഴിഞ്ഞ മഴയത്തെ വെള്ളമാണ് കെട്ടിനിക്കുന്നത്. കാണണ്ടോന്ന് അറിയില്ല, അവിടെ വേലിയുണ്ട്. അതാണ് കഴിഞ്ഞ മഴയത്തെ വെള്ളം. കാരണം ഇവിടെ വെള്ളം വറ്റാൻ ഭയങ്കര റിസ്ക്കാ. മണല് ശുദ്ധീകരിക്കുന്ന ഈ മണല് ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് വലിയ വലിയ വണ്ടികളിൽ വന്നിങ്ങോട്ട് ലോഡ് ചെയ്തിങ്ങോട്ട് കൊണ്ടുവന്ന്. അതാണ് ചുറ്റോറും മരുഭൂമിയാണ്, ചുറ്റോറും മരുഭൂമി. വണ്ടി ഒരു 110 സ്പീഡിലാണ് വണ്ടി പോയിട്ടിരിക്കുന്നത്. ഇവിടെ എത്ര ലിമിറ്റ്? 120 സ്പീഡ് മാക്സിമം പോവാ. 110 സ്പീഡിലാണ് ഇപ്പൊ പോയിട്ടിരിക്കുന്നത്. നമ്മളെ പള്ളിക്കൊക്കെ, നമ്മളെ റൂമിന്റെ അവിടുന്ന് പള്ളിക്കൊക്കെ എത്ര ദൂരം ഉണ്ട്? അത് ഒരു 10 കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവുള്ളൂ. 10 ഉണ്ടാവുള്ളൂ? 10 കൂടുതലില്ലേ? ഇല്ല, ഉണ്ടായ ചാൻസ് കുറവാണ്. എന്നാലും 10 കൂടുതൽ ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. അല്ല 10 അല്ല, 10 കൂടുതലുണ്ടോ? നമ്മള് സ്പീഡില് പോണതുകൊണ്ട് നമുക്ക് അറിയില്ല. നമ്മളിവിടെ കിലോമീറ്റർ ശ്രദ്ധിക്കാറില്ല. കാരണം ഇതേപോലെ ഒഴിഞ്ഞ റോഡല്ലേ?
പിന്നെ അതുപോലെ തന്നെ സുലഭമായിട്ട് ഡീസലും ഇവിടെ കിട്ടാനുണ്ട്. അപ്പൊ അത് കാരണം പിന്നെ ഡീസലിനും പെട്രോളിനൊക്കെ കുറച്ച് വില ഉള്ളൂ, വില കുറവാണ്. അതായത് നാട്ടിൽ 110 ആണെങ്കിൽ ഇവിടെ 24 റുപ്യ ഉള്ളൂ 1 ലിറ്ററിന്. അതായത് നമ്മളെ കുടിവെള്ളത്തിനേക്കാളും റേറ്റ് കുറവാണ് ഡീസലിനും പെട്രോളിനും. അതാണ് നാട്ടില്, അതായത് നമ്മള് നാട്ടിൽ 1 ലിറ്റർ എണ്ണ മേടിക്കണോണ്ട് നമുക്ക് 5 ലിറ്റർ അടിക്കാം, അല്ലെങ്കിൽ ചില വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കാം. അതാണ് ഇവിടുത്തെ മാറ്റം. കാരണം ഇവിടെ എണ്ണൊക്കെ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ റേറ്റ് അത്രയും കുറവ്. മാത്രല്ല മുടിയൊക്കെ കുളിച്ചിട്ട് നേരെ പാഞ്ഞതാണ്, അതുകൊണ്ട് മുടിയൊന്നും ചീകാനും ഒതുക്കാനൊന്നും പറ്റില്ല. പിന്നെ വേറെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നമ്മള് പോയ നമുക്ക് എത്ര കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാലും നമുക്ക് ദൂരം അറിയൂല, ഇല്ലല്ലോ. കിലോമീറ്ററോളം സഞ്ചരിച്ചാലും നമുക്ക് ദൂരം അറിയില്ല. മാത്രല്ല എപ്പോഴും വണ്ടിയിൽ AC ഇട്ടോണ്ടിരിക്കണം. തണുപ്പ് കാലത്ത് ഹീറ്റർ ഇടണം, തണുപ്പ് കാലത്ത് ഹീറ്റർ ഇടണം, ചൂട് കാലത്ത് AC ഇടണം. അല്ലാതെ പോകാൻ പറ്റൂല. എന്താ ചെയ്യാ? കണ്ടെയ്നറൊക്കെ സ്റ്റോക്ക് ചെയ്തേക്കണോ? ഇവിടെ അടുത്താണ് ഷിപ്പ്യാർഡ്. ഇവിടെ അടുത്താണ് ഷിപ്പ്യാർഡ്. ഇവിടെ അടുത്ത് തന്നെയാണ്. പോകാനുള്ളൂ. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഓടി കഴിഞ്ഞാല് ഷിപ്പ്യാർഡിക്ക് എത്താം. പിന്നെ അത് മാത്രല്ല, നമ്മള് ഇപ്പൊ പോണ വഴിക്ക് കൂടി ആവൂലേ നമ്മള് റിട്ടേൺ വരിക. അതെ, നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല, കാരണം വൺ വേല പോണതിന് വേറെ റൂട്ട് ഉണ്ടാവും നമുക്ക്. അപ്പൊ ചിലപ്പോ കിലോമീറ്റർ കൂടും, ചിലപ്പോ കിലോമീറ്റർ കുറയും, അങ്ങനെയല്ലേ. ഞങ്ങളെ കമ്പനിത്തെ ഒരു മെയിൻ ഡ്രൈവറാട്ടാ കാക്ക. കാക്കാക്ക് അറിയാത്ത വഴികളില്ല. കാക്ക ഇവിടെ എത്ര കൊല്ലായി ഖത്തറില്? 19 വർഷം. 19 വർഷം. ആദ്യമായിട്ട് ഖത്തറിലാ വന്നത്? അല്ല, ആദ്യം സൗദിയിലായിരുന്നു. സൗദിയില് ഒരു 10 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 19, അപ്പൊ ടോട്ടൽ 10-30 വർഷമായി പ്രവാസം തുടങ്ങിയിട്ട്. ഫുള്ള് വണ്ടി തന്നെ, വണ്ടി വിട്ടൊരു കളിയില്ല. ഓരോ വണ്ടി പോണുണ്ടോ? പള്ളി എത്താനായില്ലേ? ഏകദേശം കാണുന്നുണ്ടോന്ന് അറിയില്ല, ആ ഭാഗത്താണ് പള്ളി. പള്ളി ഇന്ന് നോക്കണ്ടില്ല. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തന്നെ നേരെ വൈകിയാ പുറത്താ. അപ്പൊ ഇന്ന് വല്ലാണ്ട് പ്രതീക്ഷ ഒന്നുമില്ല. അന്ന് കാലും കൈയും മുസല്ലൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കുത്തിയാലെന്ത് ചെയ്യാ? കുത്താന് കിട്ടിയാല് കേച്ചിലായി, ഇല്ലെങ്കിൽ നിലത്ത് നിന്ന് നിസ്കരിക്കാം. അവിടെ കാർപ്പറ്റ് ഉണ്ടാവും, പക്ഷെ ആള് ഫുള്ളാണെങ്കിൽ നിലത്ത് നിന്ന് നിസ്കരിക്കേണ്ടി വരും. നേരെ വൈകിയുള്ള പ്രശ്നമാണ് അത്. ഞാൻ അതല്ല, മുസല്ല നമ്മൾ എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുസല്ല മതിയായിരുന്നു. മുസല്ല എടുത്തിട്ടില്ലല്ലോ. എന്തായാലും പോയോക്കട്ടെ അല്ലേ? എന്താ പള്ളി എത്തിക്കണേ ഉണ്ടോ? ഇത് ആ കാണുന്ന അവിടെ കാണുന്നുണ്ടോന്നറിയില്ല, അവിടെ കാണാം നമുക്ക് പള്ളി. അതാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന പള്ളി. ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലോ. ഈ റോട്ടിന് അങ്ങനെ പോയി കഴിഞ്ഞാല് ഇത് വീടാണ്. ഇവിടെ ഈന്തപ്പനന്റെ ഒക്കെ അടുത്ത് കാണാൻ പറ്റുണ്ടാവും. ഇവിടെയാണ് പള്ളി, കണ്ടോ? അവിടെയാണ് പള്ളി വരുന്നത്. നിസ്കാരം തുടങ്ങിയോന്ന് ഡൗട്ട് ഉണ്ട്, കാരണം ഇവിടെ എല്ലായിടത്തും ഫുൾ തിരക്കാണ്. വണ്ടി ഇടാൻ ഗ്യാപ്പില്ല. നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവില്ല. ട്രക്കിലൊക്കെയാണ് ആൾക്കാർ നിസ്കരിക്കാൻ പറഞ്ഞത്. ഏതാ മൂട്? ഇവിടെ ഉള്ള ആൾക്കാർ ഉള്ള വണ്ടിയിട്ട് വരാം. ചെറിയ വണ്ടി തന്നെ എടുക്കൊന്നുമില്ല. ഉള്ള വണ്ടി അതാ അതിൽ കയറി ചാടി പോരാ. നമ്മള് മാത്രല്ല, വേറെ ആരൊക്കെ വരണൊക്കെ ഉണ്ട്. അതുകൊണ്ട് തുടങ്ങിണ്ടാവില്ല എന്ന് വിചാരിക്കും അല്ലേ? ഓക്കെ, പെർഫെക്റ്റ് പാർക്കിംഗ്. അപ്പൊ കാക്ക, വണ്ടികൾ ഓരോന്നും വരുന്നുണ്ടല്ലോ. ഓക്കെ, പള്ളിയിൽ പോയിട്ട് വരട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. കുത്തുബാണ് ലാക്ക തുടങ്ങുന്നുള്ളൂ. കുഴപ്പമില്ല, പോയാ അകത്തിട്ട് അയച്ചായി.
കഴിഞ്ഞു ഗ്യാസ്. എല്ലാവരും പുറത്താണ്, അധികം ആൾക്കാരും പുറത്താണ്. പോയേക്കട്ടെ, ആ പള്ളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ പള്ളി കഴിഞ്ഞു ഗ്യാസ്. ഒന്നും പറയണ്ട, അതൊരു വലിയ കഥയാണ്. അല്ല, പള്ളിക്ക് വരവും പള്ളി കിട്ടി. അങ്ങനെ ഉള്ളിൽ തന്നെ കേറി പറ്റി നമ്മള് അല്ല, ഉള്ളില് കിട്ടി. ഉള്ളിലല്ല, പുറത്തായിരുന്നു. പിന്നെ നിസ്കാരം തുടങ്ങുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ഞങ്ങള് ഉള്ളിക്ക് കേറി പറ്റി. അങ്ങനെ പള്ളി കഴിഞ്ഞ് എല്ലാരും പോകുന്നു. പള്ളിന്റെ അവിടെ നിന്ന് ഇറങ്ങി കയറണുണ്ടോ? എല്ലാ വെള്ളിയാഴ്ച സാധാരണ നമ്മള് പള്ളി കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാ. രാവിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞാൽ വന്ന് നേരെ ഫുഡ് കഴിക്കും. ഇന്നതില്ല ഗ്യാസ്, ഇന്ന് ഫുഡില്ല, നോമ്പല്ലേ. അപ്പോ നേരെ പോവാ, റൂമിൽ പോവുക, കിടക്കുക. എന്നിട്ടൊരു 3 മണി 3:30 ആവും. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും 5:30 ഇവിടെ പരിപാടി കൊടുക്കുക. അപ്പൊ ഒരു 3 3:30 ആകുമ്പോ എല്ലാരും ഇറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും, ക്ലീൻ ചെയ്യും, നോമ്പറക്കും. പിന്നെ രാത്രിയൊക്കെയുള്ള വെള്ളിയാഴ്ച ഇപ്പൊ ലീവാണ്. ലീവായ ദിവസം ഇങ്ങനെ പോകും. അറിയില്ല ബാക്കി പുറത്തൊക്കെ ഇങ്ങനെ പോകണ്ടോന്നുള്ളതൊന്നും അറിയില്ല. ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കല്ല, സിഗ്നലാണ്. ഇത് കണ്ടോ ഗൈസ്, മരുഭൂമിയിൽ അവർ മരം നട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവരെ, ഇതൊക്കെ ഇനി ഒരു വൻ ഡെവലപ്പാക്കി കൊണ്ടുവരില്ല കാക്ക. ഇത് ഏത് പുല്ല് മുളക്കാത്തോടത്തും അവര് എന്ത് ചെയ്യും, ചെടികളൊക്കെ നട്ടിട്ട് മുളപ്പിക്കും. എന്താ ഒരു റോഡിന്റെ ഒരു ഭംഗിയില്ലേ. റോഡൊക്കെ ഏതാ റോഡ്. ഒരു മരുഭൂമിയിലാണ് ഇങ്ങനെ ഒരു, അതായത് കുറഞ്ഞ കാലം കൊണ്ട് 2-3 വർഷമായി ഉണ്ടാവുള്ളൂ അല്ലേ ഇവിടേക്ക്. ഈ സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടത് കഴിഞ്ഞ മഴയിൽ പെയ്ത വെള്ളമാണ്. ഒരു കൊല്ലമാനായി മഴ ചെയ്തിട്ട് വെള്ളം പറ്റിയിട്ടില്ല, മരുഭൂമി ആയതുകൊണ്ട്. ഇവിടെ അങ്ങനത്തെ മണ്ണാണല്ലോ അല്ലേ. കണ്ടോ ചെടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം നമ്മൾ റോട്ടുമ്മ കേറിയിട്ട് നമുക്ക് തിരിയേണ്ടോടത്ത് നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ മലങ്ങും അല്ലേ. കിലോമീറ്ററുകളോളം പിന്നെ വേറെ കൂടുതൽ ഓടേണ്ടി വരും, കറങ്ങി വരേണ്ടി വരും. കാരണം നമ്മൾക്ക് കറക്റ്റ് എവിടെ നിന്നാണോ തിരിയേണ്ടത് അവിടെ നമ്മൾ തിരിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കണ റോഡുകളാണ്. എന്താല്ലേ ഗായ്സ്, അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ പള്ളി വ്ളോഗ്. വെള്ളിയാഴ്ച, നോമ്പിന്റെ അന്ന് വെള്ളിയാഴ്ച പള്ളി പോയ വ്ളോഗാണ്. ഇനിയിപ്പോ ഒന്നുമില്ല, ഇനിയിപ്പോ നേരെ റൂമിൽ പോവാ. പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കാക്കാക്ക് വണ്ടി ഒന്ന് കഴിക്കണം അല്ലേ. വണ്ടി ഒന്ന് കഴിക്കണം, കാക്കാക്ക് വണ്ടി ഒന്ന് കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങും. അത് 3:30-4 മണിയാകുമ്പോൾ നീക്കും, നോമ്പറക്കാനുള്ള പരിപാടികൾ ചെയ്യും, നോമ്പറക്കും. അങ്ങനെ കഴിഞ്ഞു, പള്ളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മളെ പരിപാടി കാക്ക് വണ്ടി അയക്കാൻ പോവാണ്. കാക്ക് വണ്ടി അയക്കാൻ പോണതിന് മുന്നേ ഞാൻ റൂമിലേക്കും പോവാണ്, കാക്ക് വണ്ടി അയക്കാനും പോവാണ്. ഇനി ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കാക്ക് എന്ത് ചെയ്യും, വണ്ടി കഴിയും. അപ്പൊ ഗായ്സ് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. നോമ്പിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കാക്ക വണ്ടി ആയിക്കട്ടെ, ഞാൻ പോയി റൂമിൽ പോയിട്ട് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഓക്കെ.